കരിയർ ബ്രേക്ക് വന്നിട്ടുള്ള ഒരാളാണ്. ഒരു 5 ഇയറിൻ്റെ അടുത്ത് എനിക്ക് കരിയർ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു പോയിന്റിൽ ഞാൻ സ്റ്റെക്കായി നിൽക്കുന്ന ടൈമിലാണ് ഞാൻ ഈ ഷീ സ്റ്റാർട്ട്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കേൾക്കുന്നത്. എനിക്ക് ഇവിടെ വന്നിട്ടാണ് എനിക്ക് എൻ്റെ പോയ കോൺഫിഡൻസ് എനിക്ക് തിരിച്ചു കിട്ടിയത്. ആൻഡ് ഫോർ ദാറ്റ് by God, I am going to thank She Starts Internship program. I would recommend it to all my girls whomever I know. This is the first time I have attended She Start Conclave 2026. It was very informative, especially for the women that have career break and they are restarting their career. 8 വർഷത്തെ ബ്രേക്കിന് ശേഷമാണ് തിരിച്ചു വന്നത്. 8 വർഷത്തെ ബ്രേക്ക് എന്ന് പറയുന്നത് എൻ്റെ കോൺഫിഡൻസ് പോയി എന്ന് പറയാ, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു. കരിയർ ബ്രേക്കിലുള്ള സ്ത്രീകൾക്ക്, വിമൻ ഓൺ കരിയർ ബ്രേക്കിന് എങ്ങനെ കരിയർ റീസ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള പറയുന്ന ഒരു കംപ്ലീറ്റ് പ്രോഗ്രാമാണ് കരിയർ റീസ്റ്റാർട്ട് കോൺക്ലേവ്. How we build that capability? Learning, experience, to provide learning and experience. റിജക്ഷൻസ് വരും, ഇൻ്റർവ്യൂ ഫെയിലിയേഴ്സ് വരും, പക്ഷെ അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു മീറ്റപ്പ് ആണോ എന്ന് ചോദിച്ചാൽ മീറ്റപ്പാണ്. എങ്ങനെ കരിയർ റീസ്റ്റാർട്ട് നടത്താം എന്നുള്ള വർക്ക്ഷോപ്സ് ഉണ്ട്, സ്കിൽ ട്രെയിനിങ് ഉണ്ട്, വർക്ക് ഫ്രം ഹോം ജോബ് ഫെയർ ഉണ്ട്. അതിലെല്ലാം ഉപരി കരിയർ റീസ്റ്റാർട്ട് നടത്തിക്കഴിഞ്ഞാൽ മെൻറ്റേഴ്സ് ഉണ്ട്. അവരിൽ നിന്ന് അവരെങ്ങനെ കരിയർ റീസ്റ്റാർട്ട് നടത്തി എന്നുള്ള അനുഭവങ്ങൾ അത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. യു മൈറ്റ് ബി ഹിയറിംഗ് എ ലോട്ട് ഓഫ് ലേ ഓഫ്സ്. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്? സ്കില്ലിംഗ് ഈസ് നോട്ട് ഹാപ്പനിങ്. ടെക്നോളജി ഈസ് ചേഞ്ചിങ്, AI is changing, so every day is changing. Every day you learn something on AI every day. So adaptability. So what you need to do is you need to have a story. I mentioned you saw skills, adaptability and capability earlier for applying for jobs. So you need to speak about those things, okay, not about the career break. Maybe the skills which you acquired during that time, be it 1 year, 2 year or 10 year or even 20 or 30 years, you need to talk about that more, what you learn, how you use your skills. 20 yearsന് ശേഷമാണ് നമ്മുടെ കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഷീ സ്റ്റാർട്ട്സിൽ കൂടെയാണ് വരുന്നത്. ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു ഫേസ് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് കോഴ്സ് ഞാൻ ചെയ്തിരുന്നു. ആക്ച്വലി ഫസ്റ്റൊന്നും ഞാനൊരു ജോബ് ട്രൈ ചെയ്തിരുന്നില്ല, ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പിന്നെ ഓരോ കോഴ്സായിട്ട് ചെയ്തു. അതിലൊക്കെ നമ്മൾ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ അതിലൊന്നും എന്താ പറയുക, നമ്മൾ ഈ അപ്പം കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന ഫ്രഷേഴ്സിൻ്റെ കൂടെയാണ് ഞാൻ പല കോഴ്സും ചെയ്തത്. അപ്പോൾ അവരൊക്കെ പ്ലേസ്ഡ് ആയി പോവും, നമ്മൾ അവിടെ തന്നെ ഇരിക്കും. എന്താ പറയേണ്ടത്, ഷീ സ്റ്റാർട്ട്സ് ആണ്, അതുവഴിയാണ് ഞാനിപ്പം ഇവിടെ എത്തിയത്. എട്ട് വർഷത്തെ ബ്രേക്കിന് ശേഷമാണ് തിരിച്ചു വന്നത്. എനിക്ക് 8 വർഷത്തെ ബ്രേക്ക് എന്ന് പറയുന്നത് എൻ്റെ കോൺഫിഡൻസ് പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞൊരു നമുക്കൊരു സിസ്റ്റമാറ്റിക് പ്ലാൻ ഉണ്ട്, നമുക്കൊരു എന്താ പറയുക സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലൂടെയൊക്കെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കോൺഫിഡൻസ് തിരിച്ചു കിട്ടി. പിന്നെ ഇതുപോലെ ഒരുപാട് സപ്പോർട്ടീവായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് ചുറ്റും. സോ ഈ മോക്ക് ഇൻ്റർവ്യൂസൊക്കെ എൻ്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഷീ സ്റ്റാർട്ട്സിൽ വർക്ക് ചെയ്യാണ്. സോ ഞാൻ പ്രൗഡായിട്ട് പറയും, ഷീ സ്റ്റാർട്ട്സ് ആണ് എന്നെ റീബിൽഡ് ചെയ്തത്. എനിക്കൊരു 6 വർഷം കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 6 വർഷം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് ദുബായിലോട്ട് റീലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജോലി അത് മോളെ വിട്ടിട്ട് ജോലിക്ക് പോകാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ലൈക്ക് നമുക്ക് വർക്ക് ചെയ്യാം, അത് നമുക്കൊരു നമുക്കൊരു ധൈര്യം ഉണ്ടല്ലോ, നമുക്കൊരു ജോലി ഉണ്ട് കൂടെ എന്ന്.
അത് മാത്രമല്ല അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ഫാമിലി, അത് മോളുടെ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാത്തിലും ടൈമിംഗ് ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. എന്തോരം ഹാപ്പിയാണെന്ന് പറയാൻ പറ്റില്ല, അത്രയും ഹാപ്പിയാണ്. ലൈക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഫാമിലി അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറയുന്നതിൽ ഒത്തിരി ഹാപ്പിയാണ്. ലൈക്ക് നിങ്ങൾ എല്ലാവരും ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നവരാണ്. തിരിച്ചു വരിക, അല്ലെങ്കിൽ കരിയറിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത്. ഞാൻ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതിനിടയിലാണ് എനിക്ക് കരിയർ ഗ്യാപ്പ് വന്നത്. അപ്പോൾ എനിക്കൊരു കുഞ്ഞു കൊച്ചുണ്ടായതുകൊണ്ട് അതിലും ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ 6 years കരിയർ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഷീ സ്റ്റാർട്ട് കണ്ടത്. പിന്നെ അതിൽ ജോയിൻ ചെയ്തു. പിന്നെ എനിക്ക് നല്ല ട്രെയിനിങ് കിട്ടി. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ സ്കിൽസും എൻ്റെ മെൻറ്റേഴ്സ് പുറത്തു കൊണ്ടുവന്നു. പിന്നെ ഞാൻ ഒരുപാട് താങ്ക്ഫുള്ളാണ് എൻ്റെ മെൻറ്റേഴ്സിനോടും ഷീ സ്റ്റാർട്സിനോടും. ഇവിടെ വന്ന് എനിക്ക് ഇവിടുത്തെ ഈ കോൺക്ലേവ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായി. മീൻസ് ഞാൻ AI റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റി. റിജക്ഷൻസ് വരും, ചിലപ്പോൾ നമുക്ക് ഇന്റർവ്യൂ ഫെയിലിയേഴ്സ് വരും. പക്ഷെ അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സോ അപ്പോൾ കരിയർ റീസ്റ്റാർട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും പേടിക്കാതെ മുമ്പോട്ട് തന്നെ പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു.